ഇന്നെടുക്കാൻ പോകുന്ന ചാപ്റ്റർ മൈ ബോഡി ചാപ്റ്റർ 2. ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3യും കൂടി ഒരുമിച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം ചാപ്റ്റർ 2 മൈ ബോഡിയാണ്, ചാപ്റ്റർ 3 എന്ന് പറയുന്നത് പാർട്സ് ഓഫ് മൈ ബോഡി എന്നാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചെടുക്കാം. ഓക്കെ, ഏകദേശം ഒരു ടോപ്പിക്കിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം, ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. അപ്പം ഫസ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ 2 ആണ് മൈ ബോഡി. അപ്പം ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടീനെ കൊടുത്തിട്ടുണ്ട്. കുട്ടീൻ്റെ ബോഡി പാർട്സാണ് നമ്മളിന്നും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മളെ ബോഡി പാർട്സ് തന്നെ, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പാർട്സുകളുണ്ടെന്ന് നമുക്കറിയാലോ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഫ്രണ്ട്സ്, ആ കുട്ടി പറയാണ്, ഐ എം റോഹൻ, ഐ എം 10 years old. ദിസ് പിക്ചർ ഷോസ് മീ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മൈ ബോഡി. ഈ പിക്ചറിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മൈ ബോഡി, ഈ കുട്ടീൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മൈ ബോഡി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് 1 by 1 ആയിട്ട് പഠിക്കാം. മൈ ബോഡി ഹാസ് മെനി പാർട്സ്, ഈച്ച് പാർട്ട് ഹാസ് എ ഡിഫറെൻറ്റ് നെയിം. ഓരോ ഭാഗത്തിന് ഓരോ പാർട്ടുകൾ നെയിംസ് ഉണ്ട്. സം ഓഫ് ദീസ് പാർട്സ് ആർ ഷോൺ ഇൻ ദ പിക്ചർ എബോവ്. ദേ ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഈ എല്ലാ ഭാഗങ്ങളും എനിക്ക്, ആ കുട്ടിക്ക്, നമുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ബോഡി പാർട്സ് ഓരോന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, പ്രധാനമല്ലേ, അതാണ് പറയുന്നത്. ആദ്യം കൊടുത്തത് ഹെഡ്, തല, നെറ്റി, ഫോർഹെഡ്, നോസ്, eyes, ear, mouth, cheek, chin, neck, shoulder, chest, arm, hand, elbow, hip, finger നിൽക്കുമ്പോൾ നമ്മൾ ഫിംഗർ താഴോട്ട് വരുന്നു. അപ്പോൾ അതാണ് അവിടെ ഫിംഗർ എന്ന് കൊടുത്താൽ മതി. നീ, തൈ, ലെഗ്, ഫൂട്ട്, ടോ. ഓക്കെ, വാട്ട് ഈസ് ഓൺ മൈ ഹെഡ് ആൻഡ് ഫേസ്. നമ്മളെ ഹെഡും ഫേസിലും എന്തൊക്കെയുണ്ട്? അവിടെ ഹെഡിൽ എന്തൊക്കെയുള്ളത്? ഹെയർ, തലമുടി ഉണ്ട്. പിന്നെ ഐ ഹാവ് ഹെയർ ഓൺ മൈ ഹെഡ്. ഓൺ മൈ ഫേസ്, ഫേസിൽ എന്തൊക്കെയുണ്ട്? ഐ ഹാവ് ഐസ്, നോസ്, മൗത്ത് ആൻഡ് ചിൻ. ഓക്കെ, മൈ മൗത്ത് ഹാസ് ലിപ്സ്, ടീത്ത് ആൻഡ് ടങ്. ഓക്കെ, other body parts are, my neck joins my face to my body. I have 2 hands and each hands and 5 fingers. I have 2 feet and each foot has 5 toes. I walk with my legs and write with my hands. Some people cannot use their body parts properly. ചില ആൾക്കാർക്ക് അവരുടെ ബോഡി പാർട്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അവരെയാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്, ഡിസേബിൾഡ്. അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡെഫ് ആയിട്ടുള്ള ആൾക്കാർ, ഡംബായിട്ടുള്ള ആൾക്കാർ, ചെവിട് കേൾക്കാത്ത ആൾക്കാർ, കണ്ണ് കാണാത്ത ആൾക്കാർ. ഓക്കെ, സെൻസ് ഓർഗൻസ് അടുത്ത ടോപ്പിക്ക്. ഐസ് നമ്മൾ എന്തിനാണ്, നമ്മൾ കണ്ണെന്തിനാണ് ഉപയോഗിക്കുന്നത്? കാണാൻ അല്ലേ. ഇയേഴ്സോ, ഇയേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേൾക്കാൻ, ഇയേഴ്സ്, ടു ഇയർ. നോസ് എന്തിനാണ്? സ്മെൽ ചെയ്യാൻ. ടങ്ക് എന്തിനാണ്? ടേസ്റ്റ് ചെയ്യാൻ. സ്കിൻ എന്തിനാണ്? നമ്മുടെ സ്കിൻ എന്തിനാണ്? ഫീൽ ചെയ്യാൻ അല്ലേ, ഫീൽ ചെയ്യാൻ. ഓക്കെ, ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ വെൻ എ പേഴ്സൺ ഈസ് അൺഎബിൾ ടു യൂസ് എനി ഓഫ് ഹിസ് ബോഡി പാർട്സ് പ്രോപ്പർലി. ഒരു ബോഡി പാർട്സും, ഏതെങ്കിലും ഒരു ബോഡി പാർട്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസിനെയാണ് ഡിസേബിൾഡ് ചൈൽഡ് എന്നോ ഡിസേബിൾഡ് പീപ്പിൾ എന്നോ പറയുന്നത്, പേഴ്സൺ എന്നോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, ഡംനെസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ 2 മൈ ബോഡി എന്ന ഭാഗം കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ 3 പാർട്സ് ഓഫ് മൈ ബോഡി എടുക്കാൻ പോവുകയാണ്. മൈ ബോഡി പാർട്സ് ഹെൽപ്പ് മീ ഇൻ സോ മെനി വേസ്. ഒരു ബോഡി പാർട്ട് നമ്മളെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എവറിത്തിങ് ഐ ഡു ബിക്കോസ് ഓഫ് മൈ ബോഡി പാർട്സ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെൻ്റെ ബോഡിയിലെ ഏതെങ്കിലും ഭാഗങ്ങൾ കൊണ്ടായിരിക്കും. യൂസസ് ഓഫ് ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. ഐ യൂസ് മൈ ബോഡി പാർട്സ് ടു ഡു ഡിഫറെൻറ്റ് തിങ്സ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കെൻ്റെ ബോഡി പാർട്സ് വേണം. ഐ യൂസ് മൈ ലെഗ്സ് എന്തിനാണ്? കിക്ക് ചെയ്യാൻ, ബോൾ കിക്ക് ചെയ്യാൻ അല്ലേ, സ്കിപ്പ് ചെയ്യാൻ, സ്കിപ്പിംഗ് റോപ്പ് വെച്ചിട്ട്, പിന്നെ ഡാൻസ് ചെയ്യാൻ, നടക്കാൻ, റൺ ചെയ്യാൻ, ഓടാൻ, ജമ്പ് ചെയ്യാൻ, ചാടാൻ, സ്റ്റാൻഡ് ചെയ്യാൻ, നിൽക്കാൻ. ഓക്കെ,
ഐ യൂസ് മൈ ഹാൻഡ്സ്. കൈ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റൈറ്റ് റൈറ്റ് എഴുതാൻ വേണ്ടിയിട്ട്, ഡ്രോ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഹോൾഡ് കൈ എന്തെങ്കിലും സാധനം കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തെങ്കിലും സാധനം ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ലിഫ്റ്റ് ചെയ്യാൻ എന്ത് സാധനം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എന്തെങ്കിലും സാധനം ക്യാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതൊക്കെ. പിന്നെ മൈ സെൻസ് ഓർഗൻസ്, എൻ്റെ കണ്ണ് എന്തിനാണ്? നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്, നോസ് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇയേഴ്സ് എന്തിനാണ്? കേൾക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടങ്ക് എന്തിനാണ്? ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിൻ എന്തിനാണ്? ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും സംഗതി നമ്മൾ ടച്ചോ ഫീലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിന്ന് യൂസ് ചെയ്യുന്നത്, മെയിൻലി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസ്, നോസ്, ടങ്സ്, ഇയേഴ്സ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ആൻഡ് സ്കിൻ ആർ കോൾഡ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സെൻസ് ഓർഗൻസ്?